പുത്തൂർ കല്ലേപ്പുള്ളി റോഡിൽ എയർടെൽ മൊബൈൽ ടവർ നിർമ്മാണം. ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശം മറികടന്ന് ടവർ നിർമ്മാണവുമായി കമ്പനി മുന്നോട്ടു പോകുന്നതിൽ അന്വേഷണം വേണമെന്ന് ജനകീയ സമിതി. പുത്തൂർ കല്ലേപ്പുള്ളി റോഡിൽ എയർടെൽ മൊബൈൽ ടവർ നിർമ്മാണം സംബന്ധിച്ച് ജില്ലാ കളക്ടർക്കും RDOയ്ക്കും നഗരസഭാ സെക്രട്ടറിക്കും ജനകീയ സമിതി പരാതി നൽകിയതിനെ തുടർന്ന് നിർമ്മാണ കമ്പനിക്ക് സ്റ്റോപ്പ് മെമ്മോ നൽകാൻ ജില്ലാ ഭരണകൂടം നഗരസഭാ സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയിരുന്നു. ഈ നിർദ്ദേശം പാലിക്കപ്പെടാത്തതിനെ തുടർന്ന് നിർമ്മാണ കമ്പനി നിർമ്മാണവുമായി മുന്നോട്ടു പോവുകയും നിർമ്മാണ പ്രവർത്തികൾ അവസാന ഘട്ടത്തിലെത്തി നിൽക്കുകയുമാണിപ്പോൾ. ഒന്നിലധികം മൊബൈൽ ടവർ പ്രവർത്തിക്കുന്ന പുത്തൂർ കല്ലേപ്പുള്ളി വെള്ളോലി പ്രദേശത്ത് ജനങ്ങളുടെ സുരക്ഷ കണക്കിലെടുക്കാതെ വീണ്ടും ഒരു ടവർ നിർമ്മാണം നിയമങ്ങൾക്ക് വിരുദ്ധമാണെന്ന് ജനകീയ സമിതി ആരോപിച്ചു. ഈ വിഷയത്തിൽ പ്രദേശത്തെ ജനങ്ങളുമായി ഒരു കൂടിയാലോചനയും നഗരസഭാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരിൽ നിന്നുണ്ടായിട്ടില്ല. എയർടെൽ മൊബൈൽ ടവർ ജനവാസ മേഖലയായ വെള്ളോലി ലൈൻ 3-ൽ നിന്ന് മാറ്റി സ്ഥാപിക്കണമെന്നും ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശം മറികടന്ന് ടവർ നിർമ്മാണവുമായി കമ്പനി മുന്നോട്ടു പോയതിൽ അന്വേഷണം വേണമെന്നും ജനകീയ സമിതി ആവശ്യപ്പെട്ടു. കഴിഞ്ഞ 3 മാസമായ വിഷയം സജീവമായി നഗരസഭയുടെയും കളക്ടറുടെയും പരിഗണനയാണ്. അതായത് ഒന്നിലധികം ടവർ ഒരു പ്രദേശത്തുണ്ട് എന്നുള്ളതാണ് പ്രധാന പ്രശ്നം. അതിന് മറ്റ് ജനവാസ മേഖലയിലല്ലാത്ത ഒരു പ്രദേശത്തോട്ട് ഈ ടവർ നിർമ്മിക്കാൻ ആവശ്യപ്പെട്ട് നമ്മൾ കത്ത് കൊടുത്തെങ്കിലും അതിന് നടപടി ഉണ്ടായില്ല. എന്നാൽ കളക്ടറുടെ ഭാഗത്തുനിന്ന് കൃത്യമായിട്ടൊരു നിർദ്ദേശം വരികയുണ്ടായി. നഗരസഭ സെക്രട്ടറിക്ക് ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ടെലികോം സിറ്റിംഗ് വരെ ഇത് ഒരു സ്റ്റോപ്പ് മെമ്മോ കൊടുക്കാനും നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാൻ ആവശ്യപ്പെടാനും നിർദ്ദേശമുണ്ടായിരുന്നു. എന്നാൽ ആ നിർദ്ദേശങ്ങളെല്ലാം മറികടന്നുകൊണ്ട് നിർമ്മാണ കമ്പനി ടവർ നിർമ്മാണവുമായി മുന്നോട്ട് പോവുകയാണ്. ഏതാണ്ട് നിർമ്മാണം അവസാനിക്കുന്നൊരു ഘട്ടമായി. നഗരസഭ ഇതുവരെയും ആ വിഷയത്തിൽ ഇടപെട്ടിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് ജനസാന്ദ്രത കുറഞ്ഞൊരു പ്രദേശത്തേക്ക് ഈ ടവർ മാറ്റി സ്ഥാപിക്കണം. അവിടെ ടവർ നിർമ്മാണവുമായി മുന്നോട്ട് പോകരുത്. അടിയന്തരമായി നഗരസഭ സെക്രട്ടറി കലക്ടർ ആവശ്യപ്പെട്ട പ്രകാരം ഒരു സ്റ്റോപ്പ് മെമ്മോ നിർമ്മാണ കമ്പനിക്ക് നൽകണമെന്ന ഒരു അഭ്യർത്ഥനയുമായിട്ട് ഒരു മെമ്മോറാണ്ടമായിട്ടുമാണ് ഞങ്ങൾ സെക്രട്ടറി അവിടെ കാണാൻ വന്നിട്ടുള്ളത്. UTV ന്യൂസ്, പാലക്കാട്.